മാഡം എന്താണ് ഒരു അനക്കമില്ലാതിരിക്കണം? ഓ ബോറടിയുന്നു. അതറിഞ്ഞൂടാ. കിച്ചണിൽ പറഞ്ഞ കിച്ചണിൽ നിന്ന് ഇപ്പൊ വന്നതേ ഉള്ളു. അങ്ങനെ നമ്മൾ കളിച്ചാലാ? എന്തോ കളിക്കും? എന്തോ കളിക്കണം? ആൽബം ലീപ കളിക്കാം. നിനക്ക് അറിയാമോ? എന്നാ കളിക്കാം. ല്ലേ lucky number 1 1 is sun sun like a sun like a sun like a sun. I believe lucky number 2 2 is shoe shoe like a shoe like a shoe like a shoe. I believe lucky number 3 3 is tree tree like a tree like a tree like a tree. I believe lucky number 4 4 is floor floor like a floor like a floor like a floor. I believe lucky number 5 fly is fly fly like a fly like a fly like a fly. I believe lucky number 6 6 is Vicks Vicks like a Vicks like a Vicks like a Vicks. I believe lucky number 6 6 is Vicks Vicks like a Vicks like a Vicks like a Vicks. I believe lucky number 7 7 is heaven. എന്തോന്നാണിത്? കളിക്കണ? ഞാൻ കളിക്കാനൊന്നുമില്ല. വാ കളിക്കാം. എന്തോന്ന് കളിക്കാൻ? അത് നിങ്ങൾ കഴിച്ചോ? കഴിക്കാനല്ല കളിക്കാന്ന്. ഉണ്ടായിരുന്നു, ഞാൻ വേറെ മൂഡിലാണ്. ഭയങ്കര ബഹളം. എന്ത് മൂഡിൽ? എന്ത് മൂഡിലെന്ന്? ആ വേറെ മൂഡിലാണ്, അത് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. ഇല്ല മനസ്സിലാക്കൂല. അത് തന്നെ ഞങ്ങക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാ ശരി, ഞാൻ പോണു. അങ്ങനെ അങ്ങ് പോയാലോ? മിണ്ടായിരി, ഞാൻ പറഞ്ഞു എന്റെ മൂഡ് ശരിയല്ലെന്ന്. പക്ഷെ ഞങ്ങൾ ആ മൂഡിലല്ല, ഞങ്ങൾ നല്ല വൈബിലാ. വിട്. വിടില്ല. എന്റെ മൂഡ് ശരിയല്ല. എന്ത് മൂടാ ഉവേ? ഉവ്വെന്നാ? അവിടെ ഇരി ഉവേ. വീടങ്ങോട്ട്. വാ കളിക്കാം. എവിടെ കളിക്കാന്ന്? കളിക്കാം നമുക്ക്. ആൽബലീവേ കളിക്കണില്ല, ഞാൻ കളിക്കണില്ല. മാറി വിട്. എന്തരി മാമ ഇത്? ഇങ്ങനെയൊക്കെ അലമ്പുണ്ടാക്കാൻ പാടുണ്ട? അത് മോശമല്ലേ മാമ? എന്തോന്നടാ ഇത്? എടാ വിട്. ഇതാണ് കേശുപൂട്ട്. ഞാൻ മാമനാണ് മക്കളെ. അയിനി വിടാൻ. അമ്മായി ചേച്ചി ശിവ ഓടി വൈകില്ല. ഇല്ല, ഞാൻ ചിരിക്കൂല, ചിരിക്കൂല. മാമ ദോശ ഇടുന്ന കണ്ടിട്ട് മനസ്സിലായില്ലേ? അല്ല മനസ്സിലായ എന്ത് മാമൻ ദോശ ഇടണേ? ഇത് ഞാൻ ചുട്ടാ ശരിയാവില്ലേ? എന്നാ ദോശ ചുടും, ഞാൻ ഇപ്പൊ വരാം. എവിടെ ഓടി പോണേ? ചേച്ചി ഇല്ല, ചേച്ചി അങ്ങ് പടവലത്ത് പോയി. എല്ലാം കുളമായി. കുട്ടാൻ ദോശ ഉണ്ടാക്കുന്ന? ഓ മക്കളെ, മക്ക വേണോ ചൂട് ദോശ? ഞാൻ കഴിച്ചു, അമ്മായി ഉണ്ടാക്കി തന്നു. ആണോ? നിങ്ങൾ നെല്ല് കുട്ടാൻ ഉണ്ടാക്കി തരാം കേട്ടാ. ഇതെന്തോന്നു ദോശ ഇടണ? ഓ അതൊരു ലോകാത്ഭുതം പോലെ. ഗൾഫിലായിരുന്നപ്പോ ഞാനല്ലേ രാവിലെ എണീറ്റെല്ലാം ചെയ്യണേ. രാവിലെ എണീക്കും, എല്ലാം ചെയ്യുന്നൊന്നും പറയല്ലേ. ഞാൻ എണീറ്റ് ചെയ്ത് എത്രയോ ദിവസം ഉണ്ട്. ശ്രീ തുടങ്ങി വെക്കല്ലേ ഉള്ളൂ ചില ദിവസം. യോ എന്നെ ഒന്നും ഓർപ്പിക്കല്ലേ മകളെ. ലച്ചു, ശിവ, എന്താ മാമ? അവിടെ വെച്ച് എന്നെ ഒരുപാട് പാടുപെടുത്തിയിട്ടുണ്ട്. ഒന്നും അതിലേക്കൊന്നും കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ചുമ്മാ ഓവറായിട്ട് ബിൽഡപ്പ് ചെയ്ത് കാര്യം പറയല്ലേ. ഗൾഫ് എന്നെ സംബന്ധിച്ചിട്ട് ഒരു 2 അധ്യായമാണ്. അതിലേക്ക് കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇരുണ്ട അധ്യായം ഒന്നാ? ഗൾഫിൽ നിന്നാണ് എല്ലാം ഉണ്ടാക്കിയത്. പിന്നെ എന്നെ പോലെ നിധിയെ കിട്ടി അവിടെ നിന്നല്ലേ. ആ നിധിയാണ് എന്റെ 2 അധ്യായം. ഗൾഫ് എനിക്ക് നല്ലത് തന്നിട്ടുള്ളൂ. മാമാ അവന് വിശക്കുന്നെങ്കിൽ പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ ഉണ്ടാക്കി തരത്തില്ലേ ഫുഡ്?
മാമൻ വരുമ്പോ ചൂടോടെ ഉണ്ടാക്കി തരാലോ എന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ ഉണ്ടാക്കി വെക്കാൻ. അതേ അവിടെ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ അതറിയാം, എന്നാലും ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കാന്ന് വിചാരിച്ചു. കഴിക്കാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം കേട്ടാ. ഞാൻ കഴിച്ചിട്ടില്ല. ഒറ്റയ്ക്ക് അങ്ങ് ഉണ്ടാക്കി കഴിച്ചാൽ മതി. മാമോ ഓ എന്തരാണ് അടുക്കള മാമ ഏറ്റെടുത്താ? ഉം. സവാളയൊക്കെ അരിയണല്ലേ? ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയണ്. എന്താണ് സംഭവം? തക്കാളിക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചാ. തക്കാളിക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. തക്കാളി ഉണ്ടോ? തക്കാളി ഫ്രിഡ്ജിലുണ്ടല്ലോ. തക്കാളി വിത്ത് ഓണിയൻ ഇന്ന് പൊളിക്കുന്നു. നോക്കിയോ, പിന്നെ പുതിയ കണ്ടുപിടുത്തോ. ഇത് നിന്റെ എല്ലാം കൂടെ വെട്ടിയിട്ടുള്ള അലമ്പ് കറിയല്ല, ഇത് വേറെ ലെവൽ ഓഫ് കറിയാണ്. അങ്ങ് ഗൾഫിൽ വെച്ചിട്ടേ മക്കളെ, ഗൾഫിൽ വെച്ചിട്ട് എന്നെ എന്തെല്ലാം തീറ്റിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ആ എന്ത് വന്നാലും കൊള്ളാന്ന് പറയണം. കൊള്ളൂല്ലെന്ന് പറഞ്ഞാൽ പാത്രമൊക്കെ എറിഞ്ഞ് പൊട്ടിക്കും, മുടി കഴിച്ചിട്ട് ആടും. പല ആഹാരവും കഴിച്ചിട്ട് ഞാൻ ഛർദ്ദിച്ചിട്ടുണ്ട്. ഇത്രയും രാത്രി ഞാൻ കരഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? ശ്രീ മാമനെ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതൊക്കെ സത്യമാവാനാണ് സാധ്യത. അമ്മയുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. ശിവ അല്ല, സാധ്യത മാത്രമേ ഉള്ളൂ. അയ്യോ ഒന്നും ആലോചിക്കാൻ വയ്യേ. പറഞ്ഞു ഏതറ്റത്ത് കയറി പോണെന്ന് പല രാത്രിയും കിടന്ന് കരഞ്ഞിട്ടുണ്ട് പോലും. ഗൗരി നിങ്ങൾ പൊക്കോ, എൻ്റെ കോൺസെൻട്രേഷൻ തെറ്റിക്കല്ലേ. പിന്നെ ഭയങ്കര കോൺസെൻട്രേഷൻ. എന്നാ പിന്നെ മാമൻ ഇവിടുന്ന് പണിയെടുക്ക്, ഞങ്ങൾ അപ്പുറത്ത് നിൽക്കാം. വാ ഇക്ലിയാക്ക്. വാ 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 ഇക്ലിയാക്ക്. എന്തോ നിക്കളിയാക്കുന്നു ഇക്ലിയാക്ക്. വീട് നീ എന്താന്ന് വിചാരിച്ചേ? എന്റെ പിള്ളേരാണത്. കുട്ടാവന്റെ കടയൊന്ന് ഓണായിട്ട് വേണം അവിടെ ചെന്നൊന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിട്ട്. എത്ര വെച്ചിട്ട് നടക്കുന്നില്ലല്ലോടാ. കുട്ടുമാമൻ കട എടുത്തില്ലെങ്കിൽ എന്താ? മാമൻ ഈ കാണാൻ എറണാകുളത്ത് വേറെ കട ബാക്കിയില്ല, ഉള്ള എല്ലാ കടകളും കണ്ടു കഴിഞ്ഞു. ഇനി വല്ല ആലപ്പുഴയിലും പോയി നോക്കേണ്ടി വരും. സത്യം. അരമണിക്കൂറായിട്ട് നടപ്പ് തുടങ്ങിയിട്ട്. നടാ വാ നടാ. നടപ്പൊക്കെ എന്താ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തിന് എന്ത് എന്ത് സഹോദരി എന്തൊക്കെ കൊറേ ആയിട്ടാ നീ സഹോദരി നോക്കിയോ? ആ ലക്ഷാച്ചു ഒറ്റ ആള് കാരണം വണ്ടി മാറിയില്ല, ലോറി മാറണ്ടേ? ആരുടെ ഇത്? ആർക്കറിയാം? ഇനി കൂടെ ലോറി. അച്ഛോ അച്ഛൻ മുറുക്കണോ? ഓ എന്താ ഇങ്ങനെ അത്ഭുതം പറഞ്ഞത്? ഇത് ആദ്യമായിട്ടൊന്നല്ലല്ലേ അച്ഛൻ എന്തൊക്കെ വേഷത്തിൽ വന്നേക്കണ്? അമ്മ വന്നാടേ. ഓ വന്ന് ഇത് എവിടെന്ന് വരുന്നു? എഴുതിയെടുത്തുനിന്ന് മുങ്ങിയാ? അതൊക്കെ പറയാം. ഞാൻ നീ അമ്മയുടെ ഒന്ന് പറ, അച്ഛൻ ലോറി വന്നെന്ന് നല്ല ബിൽഡപ്പ് എടുത്ത് പറയണം. സെറ്റ് അതല്ലേ അമ്മ അമ്മ ആര് വന്നേക്കണോ നോക്ക്. ഇതെന്ത് കാക്കിടണോ നേക്കുന്ന? സൈറ്റിൽ പോയില്ലേ? അമ്മാണ് കേശു ഏത് പറഞ്ഞു കൊടുക്കണ കേശു. അമ്മ അങ്ങോട്ട് വന്ന് ആ ലോറി കണ്ട? ലോറിയാ? ഓ ഇതാരും ഓടിച്ചോണ്ട് വന്നേന്ന്. ആരോടിച്ച്? അച്ഛൻ ലോറി ഓടിച്ചാ നിങ്ങള്? അതുകൊള്ള. ഓ ആരെ ലോറിയും കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കാണല്ലേ? ആ നന്നായി. പഴയ കലാപരിപാടി വീണ്ടും തുടങ്ങിയ? കോൺട്രാക്ട് പണിയൊക്കെ നിർത്തിയാപ്പോ? ലോറി ഓട്ടിച്ചിട്ട് വന്നിട്ട് നമ്മുടെ ചായക്കാരുടെ മുമ്പ് കഴിച്ചപ്പോൾ സഡൻ ബ്രേക്ക് ഒറ്റ ചവിട്ട്. ചായ ഓടിച്ചിട്ട് കഴിക്കുന്ന മരുണ്ടല്ലോ, എട്ട് നോക്കിയപ്പോൾ ഞാൻ അതാണ് ലോറിയാ. ഞാൻ പിന്നെ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് പട്ടൂർ ഇറങ്ങിണ്ട് പിടിച്ചിട്ട് വന്നു. അവർ പറയണം അണ്ണാ ഇതാണ് നല്ല ചേർച്ച, എന്നാൽ ഏത് വേഷം ചെയ്താലും
പിന്നെ എന്തൊക്കെയാണ് പേര് പറയുന്നത്? ഇപ്പം എന്താ ലോറി ബാലാണ്. പാലെണ്ണനാ എന്ത് ചെയ്യാലും എനിക്ക് പേര് വരും. മുട്ട പാല്, സൈക്കോ പാല്, ഓവർ പാല്. നമ്മൾ ചെയ്യണ ഓവറാണല്ലോ. ഓ അപ്പൊ ഇപ്പൊ ഇനി ഡ്രൈവർ ബാലേന്ദ്രൻ തമ്പി എന്നായിരിക്കും അറിയപ്പെടുക. ഡ്രൈവർ ബാലെണ്ണായി. ഈ മുറുക്കാൻ എവിടെന്നാ കുത്തി കയറ്റിയത്? വരണ വഴിയിലെ പെട്ടിക്കട അമ്മച്ചിയില്ലേ, അവിടെ വന്ന് ചവിട്ടി. അമ്മച്ചി പറയണ് ബാലെണ്ണ നല്ല തളരി വെച്ചില്ലേ വെണ്ണവല്ല ചുണ്ണാമ്പൂടെ തിന്നിട്ട് പോവാ പറഞ്ഞു. അമ്മച്ചി ബാലെണ്ണാന്ന് വിളിച്ചു. അല്ല ബഹുമാനം ഉണ്ടായിരിക്കും. 19 വയസ്സുള്ള അമ്മച്ചല്ലേ? അല്ല ബലു അതൊക്കെ കിട്ട്. ഈ ലോറി എവിടെ നിന്നാണ്? ലോറി സൈറ്റിലെ ലോറി നമ്മളെ എഞ്ചിനീയർ സ്വന്തം ലോറിയാണത്. ഇതിൻ്റെ ഡ്രൈവറിന് 10 വർഷം അവധി. അവന് വയ്യ. നമ്മളെ കോൺട്രാക്ടറുണ്ട് ശിവശങ്കരണ്ണേ. എൻ്റെ പണി ബാലു, നിനക്കൊരു വേറൊരു സെക്കൻഡ് പണി ആവട്ടെ, ഇതൊക്കെ തടയും, നീ ഓട്ടം പോ, എൻ്റെ സൈറ്റിലെ പണിയൊക്കെ നിനക്ക് തരാമെന്ന് പറഞ്ഞു. ആ പിന്നെ ഇവിടെ എഞ്ചിനീയർ അറിയില്ലെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ലോറിക്കകത്ത് നൈസ ഷർട്ട് മറിച്ചിട്ട് കാക്കിയിട്ട് മാറ്റും. വരുമാനമൊക്കെ ഇരട്ടിയാവും, പക്ഷെ വയ്യാത്തതാണ്, ശരീരം നോക്കിക്കോണം. മാ എന്തെങ്കിലും ഒരു ജോലിക്ക് ഇറങ്ങി കഴിഞ്ഞാ അച്ഛൻ പുലിയല്ലേ? ഉപ്പുടി ഇതാരിത്? ഇതാരിത്? ഇതാണ് ഡ്രൈവർ ബാലണ്ണൻ. ലോറിയെ കൂടെ വാ, വെള്ളമൊക്കെ തരാം. കൂടെ പറയാന്ന് പറഞ്ഞാൽ ഞാനും അത്യാവശ്യം ലോറിയൊക്കെ ഓടിക്കും. ഹെവി ലൈസൻസ് ഉണ്ടല്ലോ. ഗവി ലൈസൻസ് അവിടെ ഇരിക്കട്ട്, ഈ തൽക്കാലം കൂടെ വാ. തൽക്കാലം കൂടെ വരാന്ന് പറഞ്ഞാൽ കിളിയായിട്ടാ. കിളിയായിട്ടാണെങ്കിൽ ശമ്പളം കൃത്യമായിട്ട് തരണം. ശമ്പളം കൃത്യമായിട്ട് തരണം. പൈസ തരാടാ ഇറക്കാ. നീ ഉണ്ടാക്കിയാലും ഞാൻ ഉണ്ടാക്കിയാലും ഈ വീട്ടിലോട്ടല്ലേ പറഞ്ഞത്. ഐ ആം റെഡി. എന്തൊക്കെ കാണണം ദൈവമേ, എന്തൊക്കെ കാണാൻ കിടക്കുന്നത്. അപ്പൊ ഇനി മുതൽ അച്ഛൻ കോൺട്രാക്ടർ കം ഡ്രൈവർ ബാലണ്ണനാണ്. എന്തായാലും എന്ത് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ചേട്ടൻ മനസ്സുണ്ടല്ലോ, അതിനൊരു ഫിക്സ്. രണ്ടരോടും കൂടെ ഒരു കാര്യം പറഞ്ഞേക്കാം. വലിയ വണ്ടിയാണ്, കുട്ടിക്കളി കളിക്കരുത്. ഒരു പോസിറ്റീവായിട്ട് ചിന്തയടി കുട്ടൻപിള്ളേരെ മോളെ. ബാലുവിന് എത്ര വലിയ ലോറി ആയിരുന്നാലും തീപ്പറ്റി കൂടുപോലെയാണ്. അവളിങ്ങനെ പോകണതാണ് ഒരു അഴകാണ്. കണ്ട എത്ര വലിയ ലോറിയുടെ സ്റ്റിയറിംഗ് ബാലുവിന് വെണ്ണ പോലെ നിന്ന് കറക്കി എങ്ങെത്ര. എൻ്റെ ചേച്ചിയെ കറക്കി എടുത്ത പോലെ. ആ ലോറി ഒന്ന് കഴുകി വിടണം, എല്ലാവരും കൂടെ കൂടണം. കപ്പലുണ്ടായി വാങ്ങിച്ചു തരാം. ഓക്കെ, നിനക്ക് അരി ഉണ്ടായി. ഓ ബക്കറ്റ് കിട്ടും, ബക്കറ്റ് കിട്ടും. അമ്മേ, അച്ഛനുണ്ടല്ലോ പൊടിയൊക്കെ പറപ്പിച്ച ആ ലോറിയും കൊണ്ട് ഒരു പോക്കങ്ങ് പോയി. എന്താ അടിപൊളിയായിട്ടാണ് അച്ഛൻ ഓടിക്കണത്. സ്ഥിരം ലോറി ഓടിക്കണ ഒരാളെ പോലെയാണ് അച്ഛൻ വണ്ടി ഓടിക്കണത്. ആ കുഞ്ഞി ഇടവഴിയൊക്കെ ഉണ്ടല്ലോ, നല്ല വീശിയാണ് എടുക്കണേ. തന്നെ ചേച്ചി, ചേട്ടന്റെ ഓട്ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതാണ് ഓട്ടിപ്പ്. വലത് കൈ ഡോറിലും ഇടത് കൈ സ്റ്റിയറിംഗിലും. ഇപ്പൊ പറയുന്ന അച്ഛൻ കേക്കണ്ട കേട്ടാ. ഇത് കേട്ടാ ജാട കയറും. ഇപ്പൊ കുട്ടുമാമനെയും കൊണ്ട് ജംഗ്ഷൻ വരെ പോയപ്പോ എന്തിന്? മുറുക്കാൻ മേടിക്കേ. ആ ഇനി മുറുക്കാൻ മേടിക്കാനും ചായ കുടിക്കാനും ഒക്കെ ലോറി കണ്ടായിരിക്കും പോക്ക്. ഇനി സൈറ്റിൽ പോവോ എന്തോ. സത്യം പറയട്ടല്ലേ ചേച്ചി, ചേട്ടൻ ഒരുപാട് കഴിവുള്ള ഒരു മനുഷ്യനാണ്, അത് പറയാതിരിക്കാൻ വയ്യ. അതൊക്കെ ശരിയാണ്, പക്ഷെ അമ്മ ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് അച്ഛൻ ജീവിച്ചു പോണത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ പൊടി പോലും കാണൂല. പക്ഷെ എന്ത് പറഞ്ഞാലും ചേട്ടൻ മൾട്ടി ടാലന്റഡ് ആണ്. മൾട്ടി ടാലന്റ് ആണ്. ഇപ്പോഴും അമ്മയുടെ കയ്യിൽ ലക്ഷങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ അച്ഛനിപ്പം വന്നതിന് ശേഷം നമ്മളെല്ലാം കൂടെ നേരെ പാറമണയുടെ സൈഡിലോട്ട് ചെല്ലണം. വണ്ടി സർവീസ് ചെയ്യണം. അതെ, നമ്മളാണ് വണ്ടി കഴിയാനായിട്ട് ഏൽപ്പിച്ചേക്കുന്നത്. അമ്മോ, ഞാനേ എങ്ങനെ പോയാലും ഒരു 2-3 വർഷം അതിന് മുമ്പ് ഹെവി എടുക്കും. ഹെവി ലൈസൻസ്. ഇവൻ മിക്കവാറും അച്ഛനെ പോലെ തന്നെ ആവും, ഉറപ്പ്. എനിക്ക് അച്ഛനെ പോലെ ആയാൽ മതിയമ്മ. അങ്ങനെയാണ് കേശു, അമ്മ ഒരു ഉപദേശം തന്നേക്കാം. എന്താ? നീ കല്യാണം കഴിക്കരുത് കേട്ടാ. എന്ത്? എവിടെയോ കിടക്കണ പെങ്കൊച്ചിനെ എന്തിനാണ് വെറുതെ ജീവിതം കളയണ അതിന്റെ? അമ്മ ഇങ്ങനെയൊക്കെ പറയെങ്കിലും അച്ഛൻ എന്ന് പറഞ്ഞ അമ്മ ചാവും. ആ ഞാൻ ഈ ചാവാൻ നടക്കണോണ്ടാണ് അങ്ങനെ അത് മുതലെടുത്തോണ്ടിരിക്കുന്നത്. അച്ഛൻ ദൂരെ ലോൺ എടുക്കാൻ പോകുമ്പോ നമ്മളെയും കൊണ്ടുപോകാന്ന് പറഞ്ഞു. നല്ലൊരു ഐഡിയ ആണല്ലേ. നമുക്കേ ട്രിപ്പ് പോയാലോ വണ്ടിയും കൊണ്ട്. അതിന്റെ പുറകിൽ ടെന്റ് അടിച്ച് ഏതെങ്കിലും ഒരു മലയുടെ മുകളിൽ പീസ്ഫുൾ ആയിട്ട് കിടക്കാം. ഇതങ്ങോട്ട് ചെന്ന് പറഞ്ഞു കൊടുക്കുക, അതുപോലെ തന്നെ ചെയ്തു തരും. പക്ഷെ അത് വെറൈറ്റി ട്രിപ്പായിരിക്കും. അതെ, പിന്നെ ബക്കറ്റ് സാധനം കൊണ്ട് ആ ഏരിയയിലോട്ട് പോകണം കേട്ടോ. അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ആ ലോറിയായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും. വണ്ടി തിരിച്ചു കൊടുക്കാൻ മാനസികമായിട്ട് തയ്യാറാവേ ഇല്ല. അതിന്റെ പേര് സെന്റി അടിച്ച് കിടക്കുകയും ചെയ്യും. കേശു, ആ പാറമയുടെ അപ്പുറത്തുള്ള വെള്ളക്കെട്ടിന്റെ അവിടെയല്ലേ കഴിവാൻ പോകാൻ പറഞ്ഞത്? ഓഫ് കോഴ്സ്, അതാണല്ലോ നമ്മുടെ സർവീസ് സ്പോട്ട്. വണ്ടി ഓടിച്ചാൽ വെള്ളക്കുഴി കൊണ്ടിടാണ്ടിരുന്നാ മതി. അതൊന്നുമില്ല, അച്ഛൻ്റെ അടുത്ത് ഇപ്പൊ എന്നെ ചെന്നൈ കൊണ്ടാക്കാൻ പറഞ്ഞാണ്ടല്ലോ, ആ വണ്ടിയിൽ ഇപ്പൊ എന്നെ ചെന്നൈ കൊണ്ടാക്കിട്ട് വരും. എല്ലാം ഒരുപോലെ പിരിവെട്ടിയതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് ടൂർ പോകാനൊരു വണ്ടിയായി. ബെസ്റ്റ്. അമ്മ, അച്ഛൻ ലോൺ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്നായിരിക്കും ഫസ്റ്റ് ലോഡ്. എവിടെ
എവിടെന്ന്? അതാ അച്ഛൻ കറക്റ്റ് പറഞ്ഞില്ല. അമ്മ അച്ഛന്റെ കയ്യിലേ പണ്ട് വണ്ടി ഓടിച്ചിട്ട് തഴമ്പൊക്കെ ഉണ്ടോ? കട്ടി തഴമ്പ്. പണ്ട് വണ്ടി ഓടിച്ചിട്ട് തഴമ്പോലെ ഇതുപോലെ എപ്പോഴെങ്കിലും വട്ടിളകുമ്പോൾ ആരെങ്കിലും വണ്ടി കൊണ്ട് വരും, 2-3 ദിവസം വണ്ടി എടുത്ത് ഓടിക്കും, അത് കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ എവിടെ നിന്നാണ് തഴമ്പ് വരുന്നത്? 3 ദിവസം വണ്ടി വെച്ച് തഴമ്പ് വരുമോ? എന്തു പറഞ്ഞാലും ഇതുപോലെ വെറൈറ്റികൾ ചെയ്യാൻ കഴിവുള്ള മനുഷ്യർ കുറവാണ്. അയ്യോ ഒന്ന് നിർത്താമോ? ഈ വെറൈറ്റി കണ്ട് എനിക്ക് മടുത്തു. എടാ ആ ബക്കറ്റ് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണേ. അച്ഛൻ വിളിക്കുമ്പോ ചില ലേറ്റ് ആയില്ലേ ഡ്രൈവർ ബാലു ദേഷ്യപ്പെടും. ആ കാര്യം ഞാൻ മറന്നു. കുറെ സാധനം എടുക്കണം. എന്ത് കാണിച്ചാലും കൂടെ നിൽക്കാനും കൈയടിക്കാനും സ്വന്തം പ്രൊട്ടക്ഷനിൽ തന്നെ പിന്നെ ആളുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ടയറില് കാറ്റൊക്കെ ഉണ്ടോ മാമ? ചെക്ക് ചെയ്യണം മോനെ. അല്ല മാമോ, മാമന് ഹെവി ഉണ്ടോ? ഹെവി ലൈസൻസ്? എടാ പണ്ട് നമ്മുടെ പടവലത്ത് ഒരു മിനി ലോറി ഉണ്ടായിരുന്നു, നിനക്ക് ഓർമ്മയില്ലേ? അത് ഓടിച്ചിരുന്ന നമ്മുടെ അവിടെ ഉള്ള ഒരാളല്ലേ. ആ വണ്ടി ഞാനും ഓടിക്കുമായിരുന്നല്ല. എൻ്റെ 23ാമത്തെ വയസ്സിൽ ഞാൻ ലൈസൻസ് എടുത്തതല്ലേ. പിന്നെ പാവം സുധേരനാണ് വണ്ടി ഓടിക്കാൻ വേണ്ടി പഠിച്ചത്. മാമോ ഇതില് എത്ര ടണ്ണ് കയറും? ഇതിലൊരു 5 ടൺ വരെ കയറൂടാ. 5 കയറൂ? അതിൽ കൂടുതൽ കയറ്റിയാലോ പ്രശ്നം മാമ? അതിൽ കൂടുതൽ കയറ്റാൻ പാടില്ലെന്നാണ് നിയമം. പക്ഷെ പണ്ടൊക്കെ കയറ്റുമായിരുന്നു. പിന്നെ കൂടുതൽ വെയിറ്റ് കയറ്റിയാൽ എൻ്റെ പ്ലേറ്റ് പൊട്ടിപ്പോകും. എന്തൊക്കെ സംഭവങ്ങളല്ലേ അമ്മ? പിന്നെ ഭയങ്കര സംഭവം. ഈ വെള്ളം എടുക്കാൻ പോയി പിള്ളേരെവിടെ? പെട്ടെന്ന് വരാൻ മാമ. ഞാൻ നോക്കട്ടെ. വന്ന് അനങ്ങി വാടാപ്പ. വാ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. അമ്മായി ചാടി വാ അങ്ങോട്ട്. നിങ്ങൾ വേണം വണ്ടി കഴുകാൻ. നല്ല വൃത്തി കഴുകണേ ഗൗരി. കുഴപ്പമില്ല കേട്ടാ. ശ്രീ കഴിവണല്ലേ? അത് പറയണാണ് അത്യാവശ്യം. കഴുകാൻ അങ്ങോട്ട് വൃത്തി. അടിച്ചൊഴിച്ച് കഴുക്. അതന്നെ കഴുക്. വീശൊഴിക്കും. അയ്യോ ഡ്രൈവർ ബാലണ്ണൻ പറഞ്ഞു. ഡ്രൈവർ ആയപ്പോ ബാലണ്ണനാ? കൊള്ളാല്ല മാമ. ഒരു പേരും അതിന് ഒരുപാട് വേരിയേഷൻസ്, പക്ഷെ എല്ലാ പേരും ചേരും. ആ പേരുണ്ടാക്കണ നിങ്ങളുടെ അച്ഛൻ തന്നെ. എന്നിട്ട് പറയും നാട്ടുകാർ വിളിക്കണേന്ന്. നാട്ടുകാരെ കൊണ്ട് വിളിപ്പിക്കണേന്ന്. വേണ്ടാ കഴിയണ്. നേരെ കഴിവ് തേച്ചൊരച്ച് കഴിവ് നന്നായിട്ട്. ഞാൻ പറഞ്ഞ് നമ്മൾ മാത്രം കുളിച്ച് കുട്ടമനെ നിറഞ്ഞ കാര്യമൊന്നുമില്ല. വണ്ടി നിറഞ്ഞ ദൈവമാണ്, അന്നം തരണയാണ്. വേറെ വണ്ടിയാണ്, ചതിക്കൂല. എന്താണ് ശബ്ദത്തിന്റെ ഒരു കരികരിപ്പ്? വാക്ക് കുട്ടപ്പാക്കായിപ്പോയി. മുറുകണ കുറച്ച് ഓവറാണേ ചേട്ടാ. എന്റെ പൊന്നുമകളെ ശീലിച്ചു പോയില്ലേ? ആ ശീലം അമ്മ അങ്ങ് മാറ്റിക്കോളും. വളയം പിടിക്കണടാ, നെഞ്ചിനെ പൂട്ട് പിടിക്കുന്നു. അല്ല അതിനിത് പവർ സ്റ്റിയറിംഗ് എല്ലാം കണക്കിയാണ്. ഇവരാണെങ്കിലും ബാലണ്ണന്റെ മാൻഡ്രസും കൊള്ളാം, പൊളിച്ച്. മാറും ചാടി കുറച്ച് കഴിവ്. വണ്ടിയുടെ ഫ്രണ്ട് കയറിയണേ കൊള്ളാം. സൈഡൊക്കെ വേണം. ആരുറങ്ങി? ഉറങ്ങരുത്. ഉറങ്ങില്ലേ കുഴപ്പമില്ല. വളയം പിടിക്കുന്ന ആൾ ഉറങ്ങാതിരുന്നാൽ മതി. അപ്പോൾ നാളായി വെള്ളം പിടിക്കാൻ തുടങ്ങിയിട്ട് കേട്ടാ. എൻ്റെ ജീവനെ പോലെ തന്നെയാണ് എനിക്ക് മറ്റുള്ളവരുടെ ജീവൻ. പിന്നെ ലോഡ് കയറ്റുമ്പോഴും ഇറക്കുമ്പോഴും അത് ഏതാ സ്ഥാനത്ത് കൊണ്ട് എത്തിക്കുന്ന വരെ ടെൻഷനാണ്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് വേണം, എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഉറങ്ങൂല. എതിരെ വരുന്ന സ്വന്തം ജീവൻ നോക്കി ഒഴിഞ്ഞു പോകണോണ്ട് കൊള്ളാം. ഇത് കുമ്പളട്ടായി കളിയാണ്. ഈ ഡ്രൈവർ ബാലണ്ണന് 4 സൈഡും കണ്ണാണ് കേട്ടാ. നിനക്ക് അറിയണോ? എല്ലാവരും കേൾക്കി പറഞ്ഞ വഴിയിൽ ഒരു കൊടുമുളവ് ഇപ്പോഴും വെട്ടി തിരിച്ച് ഇടത് സൈഡിൽ കൂടെ ഒരു മോട്ടോർ ബൈക്കുകാരെ ചീറി പാഞ്ഞു പോയി. എന്തോ എനിക്കും തോന്നി. ഒറ്റ ചവിട്ട് കൂട്ട നിലവിളി. ജനങ്ങളെല്ലാം കൂടെ കൂട്ട നിലവിളി. കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര കൈയടി. ഇറങ്ങി നോക്കിയ ബന്ധമെന്നറിയാം. ഈ ചിറകൻ ഫ്രണ്ട് ടയറിൻ്റെ അറ്റത്ത് ഇങ്ങനെ കിടക്കണം. മൂക്ക് ടയർ മുട്ടിയിരിക്കുന്നു. വലിയ ഞെളുത്തിയെടുത്ത് ഇത് കണ്ടോണ്ടെന്നൊരു അമ്മാവൻ പറയണത്, എവിടെ നോക്കിയാടാ ലോറി ഓടിക്കണേന്ന്.
എടാ ഈ കളായി പറയടാ ചെറുക്കനടുത്ത്. എടാ ലോറി ഡ്രൈവർ ഉണ്ടല്ല, നിനക്ക് തന്നത് 2ാം ജമ്മുവാണ്. ചെന്ന് അയാളെ കാല് തൊട്ട് തൊടാന്ന്. എന്നിട്ട് ചേട്ടനല്ല അവാർഡും കിട്ടിയ ഏ? അവാർഡ് കിട്ടിയത് ഈ ഒറ്റ കാരണം കൊണ്ട് ഇവനെ ഞാൻ വളയം കൊടുക്കൂല. കളിയൊക്കെ കുറച്ച് കൂടി പോയി പറഞ്ഞു വിലക്ക്. അങ്ങനെ പറയല്ലേ. എവിടാ നീ കുമ്പള ഉണ്ടായി കളി ഇറങ്ങി നോക്കിയാടാ. ടയറൊക്കെ കാറ്റിനുണ്ടാണ് മാമൻ പറഞ്ഞത്. ചെക്ക് ഞാൻ നോക്കിയായിരുന്നു, കുറച്ചുകൂടെ അടിക്കാനുണ്ട്. മാറി നിൽക്കും മാറാൻ പറഞ്ഞ ആക്സിലേറ്റർ കൊടുക്കാനുള്ള കാലമാണ്. പിന്നെ എന്ത് വെച്ച് ചവിട്ടും? കുഴപ്പമില്ല. ബക്കറ്റോട് കോരി പോയി ഞാൻ വെളിക്കിറങ്ങിട്ടോ വെളിക്കിറങ്ങിട്ടോ. അച്ഛാ വീട്ടിൽ പോവാ, അച്ഛാ നാണം കെടുത്തണം മനുഷ്യര്. ഡ്രൈവർമാർ ഇങ്ങനെയാണെന്ന് പുറത്ത് ഞാൻ ഇതുള്ളൂ. ചുമ്മാ കളിക്കല്ല അച്ഛാ, വീട്ടിൽ പോയിട്ട് ചൊറുതനൊക്കെ കാണും. ഞാൻ പറഞ്ഞില്ലെന്ന് പറയരുത് അവസാനം. വണ്ടിയിലുള്ള വെള്ളം പുല്ലി അറപ്പിച്ചല്ലേ എന്നാ കയറി. ഇങ്ങോട്ട് മതി. ചേട്ടാ മാറി കുളിച്ചാച്ച സൈഡ് പിന്നെ കഴിവല്ലേ. അവിടെ പറ കയറാ. കയറി കയറി കയറി. അമ്മ ഞാൻ ഫ്രണ്ടിൽ കയറിക്കോട്ടാ. പാറുവിനെ മുമ്പിൽ കയറ്റാം അല്ലേ അണ്ണാ? ആ ബാക്കി കയറാം. പാറുവിനെ മുമ്പിൽ കയറ്റാം. കയറി. ഇത് നീ കയറിയോ? ലോണം കൊണ്ട് പോകാനാണ് നീ കൂട്ടാ. കറക്റ്റ് സമയം ലോൺ എത്തിക്കണം. അല്ല മാമ ഞാൻ ബാക്കി കയറിക്കോളെങ്കിൽ. അച്ഛാ ഞാൻ ബാക്കി കയറട്ടെ. ആ കയറി. മാമ ഞാൻ ഫ്രണ്ടിൽ കയറാം. ആ മകള് സ്റ്റാർട്ട്. കയറട്ടെ കയറട്ടെ. ആ നീ കയറില്ലേ? ചാട്ടാവില്ല. ടെർമിനലിൽ പിടിച്ച് പോയടാ. ശരിയല്ലേ? ആ അയ്യാ അച്ഛാ പോവാ. കയറേ. ആ പോട്ടെ. കയറില്ലേ നീ? ആ കയറിക്കോളാം. ഓ പോട്ടെ പോട്ടെ പോട്ടെ. റൈറ്റ് 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 ലെഫ്റ്റ് 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 റൈറ്റ് 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 റൈറ്റ്. ഓക്കെ 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 റൈറ്റ് റൈറ്റ് റൈറ്റ്. ഓക്കെ ആ പോട്ടെ. റൈറ്റ് റൈറ്റ് റൈറ്റ്. വണ്ടി കിടക്കാൻ മാറാ. അടവയ്ക്കാൻ മാറാ. ഡ്രൈവർമാർക്ക് അപമാനം ഉണ്ടാക്കാൻ എടുത്തോണ്ടിറങ്ങിയാ അത്. ഇവിടെ പിടിച്ച് കുളത്ത് കളകളെ. അണ്ണാ വഴിന്ന് മാറണം അങ്ങോട്ട്. എന്തേ ഞാൻ മര്യാദയിൽ നടന്നു പോയത് ഇപ്പൊ കൊണ്ട് ഇടിച്ചല്ലേ ഭയ. റോഡിന്റെ നടുകൂടെയാണ് നടക്കണേ. പിന്നെ ഇവിടെ ലോറി ഒന്നും വരാന്നില്ല ഇപ്പൊ. ലോഡം കൊണ്ട് ഓട്ടമാണ് വഴിയാളെ. ഓട്ടം കുടുംബത്തോടെ ഉണ്ടല്ല. ഇനി ആരെ കൊല്ലാനടേ? മാറണം വണ്ടി. ഇവനൊക്കെ ഒന്ന് വലിച്ചു ഒന്ന് വലിച്ചു. പൊട്ട വണ്ടിയാണേ. തെർമൽ വലിച്ചു വിട്ടാലേ വണ്ടി അനങ്ങോളൂ. അറിയില്ലേ? കുറേ ചാടിയില്ലല്ലേ? ചാടി സൗകര്യമാണ്. കുറേ ചാടിയില്ലല്ലോ. എഞ്ചിനീയർ പണിയൊക്കെ വിട്ടാ എളുപ്പ് നോക്കിയാണ് കീഴ്ത്തോണ്ടിരിക്കണത്. പോടാ 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 പോടാ. പോട്ടെ പോട്ടെ പോട്ടെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.